27-ാം തീയതി ഞാൻ പോയ കല്യാണത്തിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് അടുത്താണ്. അപ്പോൾ അതുവഴി ഞാനിങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ വണ്ടിയിലോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ അതുവഴി കടന്നു പോയിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. എനിക്ക് അത്ര കറക്റ്റ് ഓഡിറ്റോറിയം എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ബസ്സിൽ പറഞ്ഞപ്പം കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ തന്നെയാണ് സഹായിച്ചു. അവർ പറഞ്ഞു തന്ന് അവിടെ കൊണ്ട് നിർത്തി തന്ന് അങ്ങനെയൊക്കെ ഇറങ്ങിയത്. കല്യാണത്തിന് അധികം ഒന്നും അങ്ങനെ ചെറുക്കനെ പെണ്ണിനെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന എന്തിനാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്ത് കാണിക്കുന്നതെന്ന് വിചാരിക്കുമല്ലേ. പിന്നെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ക്യാമറയെന്ന് പറഞ്ഞാൽ ലൈറ്റ് കൂടുതലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്ര ക്ലിയറായിട്ട് കിട്ടത്തില്ല. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോഴും എനിക്ക് എടുക്കാൻ തോന്നും. അങ്ങനെ എനിക്ക് ഫോട്ടോ വീഡിയോ ഇതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹോബി പോലെയാണ് ഇതൊക്കെ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഞാനിങ്ങനെ പണ്ട് മുതലേ ഇതിങ്ങനെ അത് ഇഷ്ടമാണ് എനിക്കിങ്ങനെ എടുക്കുന്നത്. അത് കാണുമ്പോൾ എടുക്കും. പക്ഷേ ഇത് ക്യാമറയിൽ ഇതിനകത്ത് എൻ്റെ ഫോണിലാണ് ഞാൻ എടുക്കുന്നത്. അത്ര ക്ലിയറായിട്ടൊന്നും ഇത് വരുന്നില്ല. ലൈറ്റ് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ക്ലിയർ ആവാത്തത്. പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാട്ടൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ല. അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായിരുന്നല്ലോ ഒരു കല്യാണം. അതിൻ്റെ ഞാൻ ഇട്ടിരുന്നു. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നുന്നതാണ്. അങ്ങനെ എടുക്കുന്നതാണ് വീഡിയോ. ഇതിന് പുറമെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പ്രകൃതിരമണീയമായ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ളൊരു സ്ഥലം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. റോഡിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും കുറച്ചുള്ളിലോട്ട് മാറിയാണ് ഇത്. നടന്നു പോണ ദൂരേ ഉള്ളൂ, എന്നാലും കുറച്ചുള്ളിലോട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും പറഞ്ഞു വന്നപ്പോഴേക്ക് ചുമയായി. ഞാൻ നിർത്തിയാണ് അതിന് സൗണ്ട് കൊടുക്കുന്നത്. അത്രയും പറ്റുന്നില്ല. ചുമയ്ക്കുന്നു, ശ്വാസം മുട്ടുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അവിടെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങളൊരു 2-2:30 കൂടിയൊക്കെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് മെയിൻ റോഡിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരുപാടില്ല, എന്നാലും കുറച്ചും കൂടെ നടക്കണം. നല്ല രസം അവിടെ കാണാൻ. എനിക്ക് ഇവിടെ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ഇതിലിങ്ങനെ എടുത്തിടണമെന്നില്ലായിരുന്നു. അത് നിങ്ങൾക്ക് ബോറടിക്കും എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ. അല്ലാതെ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. വണ്ടിക്ക് സമയമായി. ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ ദൂരെ പോകേണ്ടവരായിരുന്നു. അവർക്കൊക്കെ പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു സൈഡിലായിട്ട് ഇതൊക്കെ നല്ല ഉയരത്തിലാണ് സ്ഥലം കാണുന്നത്. റബ്ബറൊക്കെയാണ് നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വരുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇവിടെയൊക്കെ ബസ്സൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എത്രത്തോളം അതിന് ഭംഗി അറിയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം. നല്ല നല്ല വീഡിയോ ഒക്കെ ഇട്ട് വീണ്ടും കാണാം.